എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൺഡേ ആണ്, എല്ലാവർക്കും ഹോളിഡേ അല്ലേ. ഹോളിഡേ ആയിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞാൻ ആ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോണത് കൊല്ലംകോട്ടേക്കാണ്. പാലക്കാടത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വരൂ പോവാ നമുക്ക് പാലക്കാടേക്ക്. അങ്ങനെ ഞങ്ങള് അച്ഛനും അമ്മയും ഞാനും കൂടി കാറിൽ കൊല്ലംകോട്ടേക്ക് പോവാണ് ഗൈസ്. പാലക്കാട്ടേക്കുള്ള യാത്ര നല്ല ഭംഗിയാണ്. കുതിരാൻതരംഗത്ത് പോലെയാണ് പോയത്. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുതിരാൻകൂടെ പോയത്. നല്ല ഗ്രാമ ഭംഗിയാണ് പാലക്കാടിന്. നമ്മള് കൊല്ലംകോട്ട് എത്തി. കുടിലത്തേക്കാണ് ആദ്യം പോയത്. സൈഡില് വണ്ടി ഇട്ടപ്പോ നല്ല ഭംഗിയുള്ള പടങ്ങളെ കാണുന്നത്. അങ്ങനെ കാർ നിർത്തി ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ പോകുകയാണ്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. 6 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ. പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങള് ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയാണ് കേട്ടോ. ഉള്ളില് കൊറേ ഫോട്ടോ എടുക്കണ സ്ഥലമുണ്ട്. നല്ല വെയിലാണ് ഇവിടെ ഗൈസ്. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയി പോയി. ആദ്യം തന്നെ കാണുന്നത് ഒരു തവളക്കിണറാണ്. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ ഇറങ്ങുകയാണ്. ഞങ്ങള് പടിപ്പുര ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് കയറി ഗൈസ്. കയറപ്പോ നല്ല ഭംഗിയുള്ള വയലാണ് കാണുന്നത്. അവിടെ നിറയെ ആള് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഏർപ്പാടുണ്ട് ഗൈസ്. പിന്നെ കണ്ടത് ഞങ്ങളൊരു ബ്രൗൺ കളറിലുള്ള ഒരു നെൽച്ചെടിയാണ്. ആ നെൽച്ചെടിയുടെ പേര് നസൽ ബാത്ത് എന്നാണ്. ഇതൊക്കെ കണ്ട് ഞാനും അമ്മയും കൂടി നടക്കുകയാണ് ഗൈസ്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങള് നടക്കുമ്പോ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു കാർഷിക ഉപകരണം കണ്ടു. വെള്ളം തേവിയിടാൻ വേവിക്കുന്നതാണ്. വേവിക്കുന്നതല്ല, ഉപയോഗിക്കുന്നതാണ്. അച്ഛൻ അതിൽ കയറി ചവിട്ടി. അപ്പൊ ഞാനും അതിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരാൻ റെഡി ആവുകയാണ്. ടിക്കറ്റ് വാങ്ങുന്ന സ്ഥലത്ത് കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. കുടിലെത്തുന്ന ഞങ്ങള് നേരെ പോയത് ചെല്ലൻ ചേട്ടന്റെ കടയിലേക്കാണ് ഗൈസ്. ചെല്ലൻ ചേട്ടന്റെ ചായക്കട എല്ലാവർക്കും അറിയില്ല, അത് ഭയങ്കര ഫേമസ് ആണ്. നല്ല തിരക്കായിരുന്നു ഗൈസ് അവിടെ. എങ്ങനെയോ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ ഒരു പരിപ്പ് വടയും വാങ്ങി കഴിച്ചു. ഞാനും അതിൻ്റെ കൂടെ ഒരു വട വാങ്ങി ചട്ടിനും കൂട്ടി വേഗം കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളത്. ഫേമസ് കടയാണ്. നിങ്ങളൊക്കെ കഴിച്ചു നോക്കണം. അവിടെ നല്ല ഫേമസ് ആട്ടോ. കഴിച്ചിട്ടുണ്ടല്ലോ. അന്ന് നേരെ ഞങ്ങള് ചിന്നഞ്ചിറ അമ്പലത്തിലേക്കാണ് പോയത് ഗൈസ്. ഞങ്ങൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തില് പോകുകയാണ് ഗൈസ്. പോകുന്ന വഴിയൊക്കെ ബ്ലോക്കാണ് ഗൈസ്. അങ്ങനെ അവിടെ എത്തി. പാർക്കിംഗ് എത്തി കഷ്ടപ്പാടാണ്. രസമായ ഒരു പ്രകൃതി ക്ഷേത്രമാണ് ഇത്. സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഞാനും അച്ഛനും അമ്മയും കൂടി അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. നിങ്ങൾക്കും വന്ന ഇവിടെ ഇഷ്ടപ്പെടൂട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നേരെ ഞങ്ങള് ഊണ് കഴിക്കാൻ വേണ്ടി അയ്യപ്പൻ ചേട്ടന്റെ കടയിലേക്കാണ് പോകുന്നത്. പോകുന്ന വരെയൊക്കെ നല്ല ഗ്രാമ ഭംഗിയാണ് ഗൈസ്. പാലക്കാട് പറഞ്ഞ കരിമ്പനയുടെ നാടുകള് നല്ല അറിയുന്നത്. ഇങ്ങനെ കരിമ്പനയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നിറയെ മാവൻ തോട്ടം കണ്ടു. വലിയ
മാവില് മാങ്ങകള് നിക്കണ്ട് ഗായ്സ്. തോട്ടത്തിന്റെ അവിടെ ഒരു 2 പീകോക്കിനെ ഒക്കെ കണ്ടു ഞങ്ങൾ. അങ്ങനെ അയ്യപ്പ ചേട്ടന്റെ കടയിൽ പോയ ഊണ് ചോദിച്ചപ്പോ അവിടെ കിട്ടിയില്ല ഗൈസ്. നല്ല തിരക്കാ അവിടെ, നീണ്ട വരിയായിരുന്നു ആ കടയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിഷന്നോണ്ട് തിരിച്ചു പോന്നു ഗൈസ്. കൊല്ലങ്കോട്ടെന്ന് ഞങ്ങള് വീട്ടിക്ക് പോവാണ്. ആ വഴിയില് ലുലു മാളിൽ ഒന്ന് കേറുകയാണ്. ലുലു മാളിന്ന് നേരെ ഞങ്ങള് വീട്ടിലേക്കാണ് പോണത്. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാലക്കാട് ലുലുവിലേക്ക് പോയി. ഞങ്ങൾ സെക്കൻഡ് ടൈമാ പോകുന്നത് ഗൈസ്. ലുലു മാളിന്ന് ഇത്തിരി ഫുഡൊക്കെ വാങ്ങി കഴിച്ചായി. എനിക്ക് അച്ഛനും എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൃശ്ശൂർ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. ഞങ്ങള് തൃശ്ശൂരിലേക്ക് കുതിരാൻകൂടെ തന്നെയാണ് പോകുന്നത് ഗൈസ്. ഞങ്ങളെല്ലാരും ടയേർഡായി ഗൈസ്. നല്ല വെയിലായിരുന്നു. കറിയിൽ കയറിയ ഉടനെ ഉറങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. അമ്മ അപ്പൊ എന്നെ വിളിച്ചുണർത്തി കാറില്. അങ്ങനെ ഞാൻ ഉണർന്നു. കാറിന്നിറങ്ങാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി.